ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. ചേച്ചി ഈ ഡയറ്റൊക്കെ ചെയ്തിട്ട് അടിപൊളിയാണ്, വെയിറ്റ് കുറയുന്നുണ്ട്, പക്ഷെ എൻ്റെ മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നു, ഇതിനെന്താ കാരണമെന്ന് പറഞ്ഞിട്ട് കുറേ പേര് ചോദിച്ചിരുന്നു. അതിനുള്ള ഉത്തരം എന്താണെന്നുള്ളത് നമുക്ക് ഇന്ന് വീഡിയോയിൽ നോക്കാം. ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഡയറ്റിനകത്ത് വരുന്ന 2 മിസ്റ്റേക്കുകളാണ്. അതിൽ ആദ്യത്തെ മിസ്റ്റേക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കഴിക്കാത്തത്. ഞാൻ പലരോടും പറയുന്ന ഒരു കാര്യമാണ്, എന്ത് കഴിച്ചില്ലേലും കുഴപ്പമില്ല, പ്രോട്ടീൻ നിങ്ങൾ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കണം, പിന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എഗ്ഗ്, പനീർ, ഫിഷ്, മീറ്റ്, കേർഡ്, അതുപോലെ പയറ്, കടല, ഇതിലൊക്കെ തന്നെ പ്രോട്ടീൻ ഉണ്ട്. അപ്പൊ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡായിരിക്കണം ഏറ്റവും കൂടുതൽ കഴിക്കാനായിട്ട് നോക്കേണ്ടത്. എല്ലാ മീലിന്റെ കൂടെയും പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം എങ്കിലും ഉണ്ടാവണം. അപ്പൊ പ്രോട്ടീൻ അധികം കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മുടി കൊഴിച്ചിലുണ്ടാകുന്നു? നമ്മുടെ മുടി ഉണ്ടാക്കിയിട്ടുള്ളത് കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കൊണ്ടാണ്. അപ്പൊ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബോഡിക്ക് പറ്റത്തില്ല. ഹെയർ തിന്നിങ് ഉണ്ടാവും, ഹെയർ ലോസ് ഉണ്ടാവും, മൊത്തത്തിൽ ഹെയറിന്റെ ക്വാളിറ്റി തന്നെ പോവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രോട്ടീൻ ആവശ്യത്തിന് കഴിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. നമ്മൾ ഇതൊന്നും ചിന്തിക്കാതെ പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഞാൻ ഡയറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ കാർബ് കുറച്ചു, അതായത് ചോറ്, അരി ആഹാരങ്ങളൊക്കെ തന്നെ കുറച്ച്, അരിയിൽ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ കുറച്ചു, ഷുഗർ കട്ട് ചെയ്തു, അപ്പൊ തന്നെ എൻ്റെ മുടി കൊഴിയാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ കഴിക്കാത്തത് കൊണ്ടാണ് എൻ്റെ മുടി കൊഴിയുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം അത് ശരിയല്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ അത് അങ്ങനെ വിശ്വസിപ്പിക്കും, അങ്ങനത്തെ സാഹചര്യമായി പോകും നമ്മളുടേത്. ഇനി രണ്ടാമത്തെ കാരണം എന്തെന്ന് വെച്ചാൽ ക്രാഷ് ഡയറ്റിംഗ്. എത്ര കുറച്ച് കഴിച്ചാൽ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാം, ഈ തോട്ടും നമ്മുടെ ഹെൽത്തിനെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്. അതായത് പലരും എന്നോട് ചോദിക്കാറുണ്ട്, ചായയൊക്കെ കുടിക്കുവോ, പഴം കഴിക്കുവോ, ഇങ്ങനെയൊക്കെ കഴിച്ചാൽ വെയിറ്റ് കുറയോ? അപ്പൊ പിന്നെ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതൊക്കെ കഴിക്കാതിരുന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സ് മാത്രം കഴിച്ച്, നട്ട്സും കഴിച്ച് അങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യാനാണോ? ഒത്തിരി പേര് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, രാത്രി ഞാൻ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുന്നുള്ളൂ, അങ്ങനെ കഴിച്ചാൽ പെട്ടെന്ന് വെയിറ്റ് കുറയുന്നുണ്ട്, ഫ്രൂട്ട്സ് മാത്രം കഴിച്ചാൽ എൻ്റെ വിശപ്പും മാറുന്നുണ്ട്. ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഇതാണ്. ഒരു ഡയറ്റ് തുടങ്ങുമ്പോൾ തന്നെ എത്ര കുറച്ച് കഴിച്ചാൽ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും എന്നാണ് പലരും ചിന്തിക്കുന്നത്. അല്ലാതെ എന്ത് കഴിച്ചാൽ നമ്മുടെ ബോഡിയെ ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കാമെന്ന് ആരും തന്നെ ചിന്തിക്കുന്നില്ല. നമ്മൾ എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് കഴിക്കേണ്ടത്. അതായത് എല്ലാം അതിലുണ്ടായിരിക്കണം. നമ്മൾ നോർമലി കഴിക്കുന്ന ഫുഡ് ഉണ്ടല്ലോ, അതൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് വേണം ഡയറ്റ് ചെയ്യാനായിട്ട്. കഴിക്കുന്ന ആഹാരത്തിന്റെ ക്വാണ്ടിറ്റിയെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കഴിക്കുന്ന ഫുഡ് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഫുഡാണോ എന്നുള്ളതും ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് കഴിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ കഴിക്കുന്ന മെയിൻ മീലിന്റെ കൂടെ എപ്പോഴും ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാവണം, എന്തെങ്കിലും ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഉണ്ടാവണം. പിന്നെ ഈ ക്രാഷ് ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡി വിചാരിക്കും ആകെ കുറച്ച് ഫുഡേ കിട്ടുന്നുള്ളൂ, അപ്പൊ ഈ ബോഡി എങ്ങനെയെങ്കിലും ഞാൻ റൺ ചെയ്യിക്കണം. അതിനായിട്ട് മാക്സിമം നമ്മുടെ വൈറ്റൽ ഓർഗൻസ് ഉണ്ടല്ലോ, ഹാർട്ട്, ബ്രെയിൻ, മറ്റ് ഓർഗൻസ് ഒക്കെ ഉണ്ടല്ലോ ഉള്ളിലുള്ള, ഈ ഓർഗൻസിന്റെ ഒക്കെ പ്രവർത്തനത്തിന് വേണ്ടി കിട്ടുന്ന എനർജി അങ്ങോട്ട് കൊടുക്കാന്ന് വിചാരിക്കും. ഇതിൽ ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മുടിയാണ്. അപ്പം നമ്മുടെ ബോഡി ന്യൂട്രിയൻസ് കിട്ടുന്നതിനെ ബാക്കി എല്ലാവർക്കും സപ്ലൈ ചെയ്തിട്ട് മുടിക്കൊന്നും കൊടുക്കത്തില്ല. ഓട്ടോമാറ്റിക്കലി മുടി കൊഴിയും. ബോഡിയെ സംബന്ധിച്ച് ഏറ്റവും വളരെ കുറച്ച് സൂക്ഷിക്കേണ്ടുന്ന ഒരു കാര്യമാണ് മുടി. അതുകൊണ്ടാണ് ഈ മുടിക്ക് ന്യൂട്രിയൻസ് കിട്ടാതാകുന്നതും ബ്ലഡ് സപ്ലൈ പ്രോപ്പറായിട്ട് കിട്ടാതാകുന്നതും മുടി കൊഴിഞ്ഞു പോകുന്നതും. പിന്നെ ഈ ക്രാഷ് ഡയറ്റ് ചെയ്യുമ്പം ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ഒന്നും നമ്മുടെ ബോഡിക്ക് കിട്ടാതാകും. അതായത് വിറ്റമിൻ B12, വിറ്റമിൻ D, സിങ്ക്, ബയോട്ടിൻ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമ്മളുടെ ബോഡിക്ക് കിട്ടാതാകും. അതും മുടി കൊഴിച്ചിലിന് ഒരു വലിയ കാരണമാണ്. പിന്നെ സ്ത്രീകളിൽ മുടി കൊഴിച്ചിലിന് മറ്റൊരു വലിയ കാരണം എന്ന് പറയുന്നത് അയൺ ഡെഫിഷ്യൻസി ആണ്. അപ്പൊ ഡയറ്റ് ചെയ്യുമ്പോൾ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് നോക്കണം. പീരീഡ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അയൺ ഡെഫിഷ്യൻസി, അനീമിയ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഫുഡിൽ ഒരുപാട് ചീര ആഡ് ചെയ്യാനായിട്ട് നോക്കണം. മീറ്റ്, ഡേറ്റ്സ്, ഇതൊക്കെ ഒത്തിരി കഴിക്കാനായിട്ട് നോക്കണം. ഡേറ്റ്സ് ഒരു 4 മുതൽ 5 എണ്ണം വരെയൊക്കെ ഡയറ്റ് ചെയ്യുന്നവർക്ക് ഒരു ദിവസം കഴിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് പ്രത്യേകിച്ച് വണ്ണം കൂടത്തോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഒരുപാട് വിറ്റമിൻ C ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിന് നാരങ്ങ വെള്ളം കുടിച്ചാൽ മതിയാവും. നാരങ്ങ വെള്ളം, ഓറഞ്ച്, പോംഗ്രാനൈറ്റ്, അതുപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഡയറ്റിൽ ആഡ് ചെയ്യാനായിട്ട് നോക്കണം. ഇനി എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഭയങ്കര മുടി കൊഴിച്ചിലായിരുന്നു ഡെലിവറിക്ക് ശേഷം. അതായത് 2023 സെപ്റ്റംബർ മുതൽ എൻ്റെ മുടി എന്തോരം കൊഴിഞ്ഞെന്നറിയോ, നല്ല ഉള്ളുള്ള മുടി കോല് പോലെയായി. ഞാൻ മുറിച്ച് കളയേണ്ടി വന്നു. അപ്പൊ ഞാൻ ഡയറ്റ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു, സാധാരണ രീതിക്ക് ഫുഡ് കഴിക്കുകയായിരുന്നു. പക്ഷെ ഡെലിവറി കഴിയുമ്പോൾ അറിയാമല്ലോ, ഈ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് കാരണം മുടി കൊഴിച്ചിലുണ്ടാവും.
അത് ഒട്ടും അങ്ങോട്ട് നിൽക്കുന്നേ ഇല്ലായിരുന്നു. എങ്കിലും 1 വർഷം നോക്കി, 1.5 കൊല്ലം നോക്കി, ഡോക്ടറെ അടുത്ത് പോയി, മെഡിസിൻസ് കഴിച്ചു, എന്നിട്ടൊന്നും മുടി കൊഴിച്ചിൽ നിൽക്കുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു വെള്ളത്തിന്റെ ആയിരിക്കുമോ, ഇവിടെ ഉപ്പ് വെള്ളമാണ് അപ്പൊ അതുകൊണ്ടായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഡയറ്റ് ചെയ്തത് മുടി കൊഴിച്ചിൽ നിർത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല, ഡയറ്റ് ചെയ്തത് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടോ ഡയറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ മുടി കൊഴിച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് നിന്നു. എന്ന് പറഞ്ഞാൽ ഒരു മുടി പോലും കൊഴിയത്തില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല, എനിക്ക് കള്ളമായി പോവും. ഒരു 10 മുതൽ 15 മുടി, അതിൽ കൂടുതലൊന്നും ഇപ്പൊ ഒരു ദിവസം കൊഴിയുന്നില്ല. ഇങ്ങനൊന്നും ആയിരുന്നില്ല, ഇത്ര കിട്ടുമായിരുന്നു ഒരു ദിവസം മുടി. ആ ഒരു അളവിൽ നിന്ന് നോക്കിയാൽ ഇപ്പോൾ വളരെ 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 കുറവാണ്. അപ്പൊ ഞാൻ ഡയറ്റ് തുടങ്ങിയപ്പോൾ മുതലാണ് എൻ്റെ മുടി കൊഴിച്ചിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞത്. അപ്പൊ ഡയറ്റ് ചെയ്യുന്നതുകൊണ്ടല്ല മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നത്, ഡയറ്റ് പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ് മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നത്. ഇനി 4ാമത്തെ ഒരു സൈലന്റ് വില്ലൻ ആരാണെന്നറിയോ? ഡയറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്. അയ്യോ ഞാൻ വണ്ണം കുറയോ, ഞാൻ കഴിക്കുന്നത് ശരിയാണോ, ഓരോ ദിവസവും വെയിങ് സ്കെയിൽ നോക്കിയിട്ട് ഇന്ന് വെയിറ്റ് കുറഞ്ഞില്ലല്ലോ, ഇന്നലെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ 4 ദിവസമായിട്ട് കുറയുന്നില്ലല്ലോ, അപ്പൊ ഞാൻ ഡയറ്റ് ചെയ്യുന്നത് ശരിയല്ല. പിന്നെ ഡയറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫുഡ് അങ്ങ് നിർത്തും. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഉറക്കമില്ലായ്മ ഉണ്ടാകാം, സ്ട്രെസ് ഉണ്ടാകാം. ഈ 2 കാരണങ്ങൾ കാരണവും നല്ല രീതിക്ക് മുടി കൊഴിയും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സൂക്ഷിക്കുക. ഡയറ്റ് എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ നിങ്ങൾ പണിഷ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമല്ല. അതായത് ഒരു എക്സാമ്പിൾ മാത്രം ഞാൻ പറഞ്ഞിട്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമ്മളൊരു ഡ്രൈവറെ കൂട്ടിയിട്ട് ഒരു സ്ഥലം വരെ പോവാണ്. നമ്മളുടെ കാർ ആ ഡ്രൈവർ ഓടിക്കുന്നു, നമ്മൾ സുഖമായിട്ട് കാറിലിരുന്ന് പോകുന്നു. വഴിയിൽ വെച്ചിട്ട് വണ്ടി നിർത്തി നമ്മൾ ഫുഡ് വാങ്ങി കഴിക്കുന്നേ, ഡ്രൈവറിനൊന്നും കൊടുത്തില്ല. അയാൾ വീണ്ടും ഒരു 3-4 മണിക്കൂർ ഡ്രൈവ് ചെയ്തു, നമ്മൾ സുഖമായിട്ടിരുന്ന് ഉറങ്ങുകയാണ് AC ഒക്കെ ഇട്ടിട്ട്. പക്ഷെ കുറെ കഴിയുമ്പോൾ ഇയാൾ ടയേർഡായിട്ട് നമ്മളടുത്ത് പറയണേ എനിക്കിനി വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ എന്താ വണ്ടി ഓടിക്കാൻ പറ്റാത്ത, AC കാറ് അല്ലെ, ഞങ്ങൾ ആരും നിന്നെ ശല്യം ചെയ്യുന്നില്ല, ട്രാഫിക് ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, പിന്നെ നിനക്ക് വണ്ടി ഓടിച്ചാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇയാൾക്ക് നമ്മൾ ആഹാരം കൊടുത്തിട്ടില്ല, നമ്മൾ മാത്രമാണ് കഴിച്ചിട്ടുള്ളത്. അതുപോലെയാണ് നമ്മളുടെ ബോഡി. നിങ്ങൾ റെസ്റ്റ് എടുക്കുമ്പോഴും ഡയറ്റ് ചെയ്യുന്ന ഒരു ബോഡി ഫാറ്റ് ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് നമ്മൾ സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ നല്ല ഫുഡ് കൊടുക്കണം, അതായത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുത്താൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള ഫാറ്റ് ലോസ് ചെയ്യാനും ആ ബോഡിയുടെ ബേസിക് നീഡ്സ് ചെയ്യാനായിട്ട് അതിന് പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഫുഡ് കൊടുക്കാതെ പട്ടിണി ഇട്ടിട്ട് ഞാൻ റെസ്റ്റിലാണല്ലോ, ഞാൻ വലുതായിട്ടൊന്നും നിന്നെ കഷ്ടപ്പെടുത്തുന്നില്ലല്ലോ, പിന്നെ നിനക്ക് വണ്ണം കുറഞ്ഞാൽ എന്താണ് കുഴപ്പം, നീ വണ്ണം കുറയുന്നതിൻ്റെ കൂടെ എന്തിനാണ് ഈ ഹെൽത്തിനെ ഇല്ലാതാക്കുന്നത്, മുടി കൊഴിച്ചിലുണ്ടാക്കുന്നത് എന്നൊക്കെ നമ്മുടെ ബോഡിയോട് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഈ എക്സാമ്പിൾ ആണ്. അപ്പൊ സൂക്ഷിച്ച് ഡയറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം ഡയറ്റ് ചെയ്യണം. സപ്ലിമെന്റ്സ് ഒക്കെ സ്വന്തം ഇഷ്ടത്തിന് വാങ്ങി കഴിക്കാൻ പാടില്ല. ഒരു ഡോക്ടറോട് ചോദിച്ച് നിങ്ങൾക്ക് ഈ കുഴപ്പമുണ്ടോ അല്ലെ ഒരു കുറവുണ്ടോ എന്നുള്ളത് ഡോക്ടറെ ചെക്ക് ചെയ്ത് ഡോക്ടർ അപ്രൂവ് ചെയ്താൽ മാത്രമേ സപ്ലിമെന്റ്സ് കഴിക്കാവുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.